ഞാനും ശ്രുതി നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറുക്കൻ്റെ പറഞ്ഞിട്ട് വിനീതേട്ടൻ്റെ പടം. അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അല്ലേ. ഭയങ്കര പാഷനേറ്റീവാണ്. നിങ്ങൾ ഡാൻസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഭയങ്കര പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് അവൾ. ഒരുപാട് കരിയറിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഭയങ്കര പാവമാണ്. എനിക്ക് ആക്ച്വലി ആ ലൊക്കേഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, അശ്വന്തും ശ്രുതിയായിരുന്നു. എനിക്ക് രാവിലെ ആകുമ്പോഴത്തേനും എൻ്റെ ലൊക്കേഷൻ ഓക്കെ, ശ്രുതിയുണ്ട്, അശ്വന്ത് ഉണ്ട്. ഞങ്ങളായിരുന്നു ഭയങ്കര ക്ലോസ്. ബിക്കോസ് വിനീതായിട്ട് ആ ക്യാരക്ടറായിട്ട് ഭയങ്കര വേറൊരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിനീതായിട്ട് ആ ടെൻഷനിലായിരിക്കും. ഇവരാണ് കമ്പനി. ഒരുപാട് സന്തോഷമുണ്ട്. അന്നൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ പാഷൻ, ഡാൻസിനോടുള്ള പാഷൻ. അപ്പോൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിന് വിളിച്ചിട്ട് ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരി ഭയങ്കര സംഭവം. പോയി കഴിഞ്ഞ് ഒരു പോക്കാണ്, ഇവിടെ കിട്ടില്ല. ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് വേണം ഇങ്ങനെ ഇനോഗ്രേഷൻ ഉണ്ട്, നീ വരണം. ആ ശരി ഞാൻ വരാം, ഞാൻ വിളിക്കാട്ടോ. ഓ ശരി ഞാൻ വരാം. പിന്നെ അവളെ ഒരു മാസത്തേക്ക് ഞാൻ അവസാനം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വിളിച്ചു നോക്കിയായിരുന്നു, അല്ല പ്രോഗ്രാം ഉണ്ടോ, ഞാൻ വരണോ? ആണോ, നീ വരണോ? അപ്പോൾ പറഞ്ഞു ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് സന്തോഷം. രാജേഷ് ആംഗലിലേക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ കളിയാക്കണ്ടല്ലേ വന്നിട്ട് ആവട്ടോ. ഇല്ലല്ല, ട്രോളൊന്നുമില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ രാജേഷ് അമ്മയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഭാവിയിൽ ഭയങ്കര ഹൈറ്റ്സിലേക്ക് എത്തുന്ന ഒരു ഡാൻസറായി മാറട്ടെ, ഒരു ആക്ട്രസ്സായി മാറട്ടെ. ഒരുപാട് ലാംഗ്വേജിൽ പടം ചെയ്യുന്നുണ്ട്. മലയാളത്തിലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ അവൾക്ക് എത്രയും വേഗം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. Very good evening to all of you. I'm very overwhelmed. ശ്രുതിയെ എപ്പോൾ അറിയാം, എങ്ങനെ അറിയാം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ ഈ ആർട്ട് വേൾഡിൽ വരുമ്പോൾ അനുഭവങ്ങൾ ഈസ് വെരി കീ. ഞാൻ ഒഡിസി ഡാൻസറാണ്. whatever you know about me is not important today. But ഈ സീനിയോറിറ്റി, നമ്മുടെ സ്വന്തം ഈഗോ ഉണ്ട്, ഞാൻ എന്തൊക്കെയോ ആണ്. When I came to Kerala, again, I think my ego was not too bad. പക്ഷെ സിനിമയിൽ കയറിയപ്പോൾ അവിടെ മനസ്സിലായി ആരുമല്ല. അപ്പോൾ ഒന്നായില്ല അല്ലേ. And it's a beautiful, humbling experience because actually നമ്മൾ ആരുമല്ല. ഈ ചെറിയ perils of achievements are just for our own satisfaction. Unfortunately, we look for acknowledgement from the world. ആ സമയത്ത് we got a chance to act in a movie. And ഞാൻ ഓഡിഷൻ ചെയ്ത് പോയതാണ്. And I'm not going to quote anything about it. It was a humbling experience for me എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോലും. അതിൽ ശ്രുതി വാസ് ആ വെന്യൂവിൽ, ഷീ ഈസ് എ സീനിയർ ആർട്ടിസ്റ്റ്. ബട്ട് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, സന്ധ്യ ചേച്ചി എന്താ ഇവിടെ ഇരിക്കണേ? And she called me to her caravan and gave me food. ടീമിനെ കുറ്റം പറയല്ല. But there is nothing to be senior about. There is nothing. It is just a beautiful ആർട്ടിസ്റ്റിനെ ഞാൻ സാധാരണ എൻ്റെ സ്വന്തം ഡെഫിനിഷൻ absolute revolutionizing tyrants now. You have to be a tyrant to fight in the world of art because what you think is absolutely against what people think. And in that world, she humbly invited me and made me feel so welcome there that going the second day was just maybe not to act, it was just to see shit. So please appreciate this beautiful soul and wishing you all the best. I can feel your father here. We have spoke at length about how it was his dream. And Amma, your blessing is what is taking you here. And ഞങ്ങളൊക്കെ പാർട്ട് ആൻഡ് പാർസൽ തന്നെ കളിയാക്കാനും തന്നെ മടിച്ച് എന്ന് പറയാനും തന്നെ സ്റ്റേജിൽ കയറ്റാനും എല്ലാത്തിനും എന്നും കൂടെ ഉണ്ടാവും, എന്ത് സ്ഥാനത്താണെങ്കിലും. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു എവ്രി വൺ. ആൻഡ് ദിസ് ഓഡിയൻസ് ഷോസ് ഹൗ മച്ച് യു ആർ ലവ്ഡ്. സോ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് താങ്ക് യു ഫോർ ദ ലവ്ലി വേർഡ്സ്. Thank you so much, Chechi.